ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറിയൊരു കഥ പറയാം. എൻ്റെ കൂട്ടുകാരിനെ ഞാൻ കുറേ നാൾക്ക് ശേഷം ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോൾ അവളുടെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറയാ. ടീച്ചറെ, ഞാൻ അടുത്ത ആഴ്ച ഞാൻ ദുബായിക്ക് പോകും. ടീച്ചറിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ എനിക്കെൻ്റെ പപ്പേനെ അത്ര ഇഷ്ടമാണ്. മമ്മീനാണോ പപ്പേനാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പപ്പേനെയാണ് കുറച്ചുകൂടി ഇഷ്ടം. കാരണം മമ്മി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നീടാണ് അറിയുന്നത് അവർ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ ഇവള് വിചാരിച്ചു ശരി കുട്ടി പപ്പേന്റെ കൂടെ പോവാൻ സമ്മതം, അങ്ങനെ എന്തോ പോവാണെന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. അവളുടെ അമ്മ വെറുതെ അവളോട് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണ്ട. അവളുടെ അച്ഛൻ ശരിക്കും ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പുള്ളിക്കാരൻ നേരത്തെ തന്നെ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ലീഗൽ അല്ലാതെ. അതിൽ 2 കുട്ടികളുണ്ട്. അപ്പൊ അതിൽ കേസ് നടക്കുക. അപ്പം ശരിക്കും ഇവിടെ ആരാ തെറ്റ് ചെയ്തല്ലേ? പ്രേമം പറഞ്ഞാൽ എപ്പോൾ വേണേലും തോന്നാം, ആരോട് വേണേലും തോന്നാം, ഏത് വയസ്സിൽ വേണേലും തോന്നാന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ മറ്റൊരാളുടെ ലൈഫ് ഇല്ലാതാക്കിക്കൊണ്ട് എന്തിനിപ്പോൾ ആൾക്കാർ? അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ഒരുപാട് ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ആ കുട്ടിയുടെ ലൈഫ് എന്തായി? എൻ്റെ ലൈഫിൽ അതിനൊരു ട്രോമയായി. എത്ര നാളതിനെ അമ്മ ആശ്വസിപ്പിക്കുക ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് എന്താ ഒപ്പീനിയൻ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ശരി, നാളെ വേറെ എന്തെങ്കിലും വിശേഷമായി കാണാം. ഓക്കെ, ബൈ.